ഹലോ എവരിവൺ, 10ാം ക്ലാസ്സിന് ശേഷം 11th 12th നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഡിക്കൽ ഫീൽഡിലേക്കോ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഫീൽഡിലേക്കോ മാറാൻ താല്പര്യമുണ്ടോ? യെസ്, ഡോക്ടർ ആവുക എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ MBBS എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നതിന് +2 ശേഷം നിങ്ങൾക്കൊരു കടമ്പ ബാക്കിയുണ്ട്. നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ MBBS സീറ്റ് കിട്ടുകയുള്ളൂ. ഇതുപോലെ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പഠിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന IIT-കളും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന NIT-കളും. ഇത് മാത്രമല്ല, ഇതുകൂടാതെ IIT, മറ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ഈ പറയപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട മേഖലയിലേക്ക്, എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരുന്നതിന് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ IIT-യിലേക്കും NIT-യിലേക്കും IIT-യിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എഴുതേണ്ടുന്ന നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE എന്നറിയപ്പെടുന്നത്. +2 ശേഷം JEE എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ, JEE എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ മാത്രമേ NIT-യിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അടുത്ത ഫേസിൽ JEE അഡ്വാൻസ്ഡ് എന്ന എക്സാം എഴുതി അതിൽ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച IIT-കളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നീറ്റ് ആവട്ടെ, JEE എൻട്രൻസ് എക്സാമിനേഷൻ ആവട്ടെ, ഇത് എങ്ങനെ, എപ്പോൾ, ഏത് വയസ്സിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ എക്സാമുകളെല്ലാം തന്നെ എഴുതാൻ സാധിക്കും. പക്ഷേ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, +1 കഴിഞ്ഞ് +2 പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബോർഡ് എക്സാമുകൾ, പ്രാക്ടിക്കലുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഈ പ്രിപ്പറേഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്നുള്ള ഫോക്കസ് മാറ്റിയേക്കാം. ഇത് ഒറ്റ തവണ എഴുതി അപ്പോൾ തന്നെ ക്രാക്ക് ചെയ്യുന്നതിന് ഒരേ ഒരു വഴി 11th 12th ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് പഠിച്ചാൽ അവരുടെ ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷനും ടെസ്റ്റ് സീരീസുകളും അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കും സാധ്യമാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇതിനു വേണ്ടി ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന ഒരു മേഖലയായിരിക്കുന്ന ഈ എൻട്രൻസ് എക്സാമിനേഷനു വേണ്ടി നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി Xylem 11th അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സുകൾ ഉടനെ തുടങ്ങുന്നതാണ്. കാരണം 18 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് ഇത്തവണ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. അതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന iit-jee എക്സാമിനേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ കിങ്സ് 11 ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്താണ് അടുത്ത 2 വർഷത്തേക്കുള്ള നമ്മുടെ സ്ട്രാറ്റജി? എങ്ങനെയാണ് ആദ്യ തവണ തന്നെ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്കതിൽ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത്? എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടോപ്പ് നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഇനി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു പഠനമാണ് നമുക്കുള്ള ഏക വഴി. ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും അത് എത്തിച്ചേരാം. എങ്ങനെയാണ് ഈ ഫോക്കസ് നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും മികച്ച കംഫർട്ട് ക്ലാസുകൾ, അതാണ് Xylem നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജോയിൻ അവർ കിങ്സ് 11 ബാച്ച് സൂൺ. എങ്ങനെയാണ് കിങ്സ് 11ന്റെ പഠന പദ്ധതികൾ എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി Xylem ടീം മുഴുവനും നാളെ കൃത്യം 7 മണിക്ക് ലൈവിൽ എത്തിച്ചേരുകയാണ്. So join us tomorrow sharp on 7 PM and we'll discuss everything there. മറക്കരുത്, നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ഒരുമിച്ച് മുന്നോട്ടിറങ്ങുകയാണ്. അതുകൊണ്ട് നാളത്തെ ലൈവിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. Let us have a big discussion on the coming years. This is Nusrat from Xylem Learning. Thank you.